ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷിൻ്റെ അപ്പനിരുന്ന് ഭയങ്കരമായിട്ടും ഗമ്മ അടിക്കുകയാണ് ഭാസ്കരൻ എല്ലാവരും പറയണം, എടാ നീയൊക്കെ എന്താണ് പറഞ്ഞത്, എൻ്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് പോലും കയറി വരില്ലെന്ന്. എടാ എന്നാരെല്ലാവരും അറിഞ്ഞോ, ഇതേ എൻ്റെ മകനെ സുധീഷ് രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ചടാ. അവൻ ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നുണ്ടാ. ഇനിയെ നീയൊക്കെ മൂക്ക് കൊണ്ട് ഇക്ഷ ഇഞ്ഞ വരപ്പിക്കോടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ്റെ അനിയനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എടാ കിളവാ, നീ കേട്ടോടാ, നീ ഒരുപാട് കിടന്ന് എൻ്റെ മുന്നിൽ കിടന്ന് വീമ്പിളക്കിയടാ. എടാ ഇപ്പോഴേ എൻ്റെ വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ പോലെ ഒരു പെണ്ണ് കടന്നു വരികയാടാ. നീയും നിൻ്റെ പെങ്ങളും കൂടി ഹാർമാദിക്ക്. ഇനി എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വെല്ലു വിളിച്ചിട്ട് നമ്മുടെ ഭാസ്കരൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഭാസ്കരൻ്റെ ആ ഒരു പോക്കും രീതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കാണെങ്കിൽ കുശുമ്പും കുന്നായ്മ എല്ലാം മൂത്തിങ്ങനെ ഇരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുനന്ദയാണ്. അപ്പോൾ സുനന്ദ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സുനന്ദയുടെ അമ്മ വന്നിട്ട് പറയണേ, ഓ ഏത് സമയവും ഇതും നോക്കിക്കൊണ്ട് അങ്ങോട്ട് ഇരുന്നോട്ടോ, തുണി പോലും മലക്കിടേണ്ട, നിനക്കിതൊക്കെ ഒന്ന് വിരിച്ചിട്ടാൽ എന്താണ് സുനന്ദ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഓ അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ അമ്മയാണ് ഈ പണികൾ മുഴുവനും ചെയ്തതെന്ന്. തുണി മുഴുവൻ വിഷയത്തിലിട്ടല്ലേ അലക്കിയത്, അല്ലാതെ അമ്മയല്ലല്ലോ അലക്കിയത്. വിഷയത്തിൽ തുണി കിടക്കൂലായിരുന്നോ, ഞാൻ കൊണ്ടേ വിരിച്ചിടുമായിരുന്നല്ലോ. അമ്മ എന്തിനാ അപ്പോഴത്തേക്കും പോയി തുണിയെല്ലാം വിരിച്ചിടാനായിട്ട് പോയത്? ഓ ഇവളോടൊക്കെ എന്തിനാണാവോ ഞാൻ പറയുന്നത്, ഒരു ഉപകാരത്തിനും കൊള്ളൂല. അപ്പോൾ ദേ അയൽവക്കത്തെ വീട്ടിൽ കിടന്ന് ഭയങ്കര പാട്ടും മേളവും ബഹളവും ഒക്കെ കേൾക്കുകയാണ്. എടി സുനന്ദി, അവിടെ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇനി ആ തന്ത ചത്തോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന ബഹളം. അപ്പോൾ അയൽവക്കക്കാർ രണ്ടുപേരും ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും, എടാ അവിടെ നിന്നേടാ, അപ്പുറത്തെ വീട്ടിലേ എന്തൊക്കെയോ പാട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങളുടെ ആങ്ങളില്ലേ ഭാസ്കരൻ ആങ്ങളാ, ആങ്ങളുടെ വീട്ടിൽ എന്ത് വലിയ ആഘോഷമാണ്. എൻ്റെ ആങ്ങളെ എൻ്റെ ആങ്ങളെന്ന് ആരാടാ പറഞ്ഞത്? എൻ്റെ ആങ്ങളെ പോലും മേലെ ആ അത്തരത്തിലുള്ള ഭാഷ പറഞ്ഞു പോരുത്. പിന്നെ എന്തിനാ ചോദിച്ചത്? ഈ കാര്യങ്ങളെല്ലാം ചോദിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. നിന്നോടൊക്കെ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ പോരെ. ഞങ്ങളവിടെ കുറച്ച് ബഹളവും അതന്നെ പാട്ടൊക്കെ കേട്ടു, അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ, അതുകൊണ്ടാണ് ചോദിച്ചത്. എങ്കിലേ പോയി അന്വേഷിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവാണ്. എടി സുനന്ദേ, അതെ അവിടെ എന്തോരാഘോഷമൊക്കെ ഉണ്ട്, അതെന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ വേറെ അയൽവക്കക്കാർ പറയാം, അതെ അവിടെ കല്യാണാഘോഷമാണ്. കല്യാണാഘോഷമോ അവിടെയോ? പിന്നെ അതൊക്കെ നിൻ്റെയൊക്കെ വെറും തോന്നലാണ് സുനന്ദേ. കല്യാണാഘോഷം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇനി സുഭാഷിൻ്റെ കല്യാണം വല്ലതും ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുനന്ദ അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം സുഭാഷിനെ നമ്മുടെ സുനന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, വേറൊരു കല്യാണം നടക്കാൻ പാടില്ലെന്നാണ് ഇവളുടെ ആഗ്രഹം. അങ്ങനെ ഇതേ പോണതൊക്കെ കൊള്ളാം, പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേക്കണം. അതിന് ഞാൻ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ അമ്മേനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കുന്നത്? അയ്യോടാ നല്ല മാന്യത്തി. എടി ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ നീ എപ്പോഴും അവിടെ തന്നെയല്ലേ? ഇപ്പം അവൾക്ക് പോകാൻ കഴിയില്ല. നീയേ കൂടുതൽ വാച കടിക്കാതെ പോയി അവിടെ പോയി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് വാ. അവിടെ എന്താണ് സംഭവം എന്നൊക്കെ, ആരുടെയാണ് കല്യാണം എന്നൊക്കെ അറിയാലോ. പെട്ടെന്ന് തന്നെ വന്നേക്കണം, മനസ്സിലായല്ലോ, ചെല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. വൈകിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാരണം അടിച്ച് ഞാൻ പോയേക്കും, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് ഈ പെണ്ണിനെ അവിടെ പറഞ്ഞയക്കുക. ഈ സമയം തന്നെ നമ്മുടെ സുധീഷിൻ്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ഡാൻസും ബഹളവും പാട്ടും കൂത്തും ഒക്കെയാണ്. അപ്പോൾ സുനന്ദ അങ്ങോട്ട് കയറി ചെന്നിട്ട്, അതെ എന്താ ഇവിടെ പാട്ടും ബഹളമൊക്കെ, എന്താ കേൾക്കുന്നില്ല? എന്താ ഇവിടെ പാട്ടും ബഹളവും എന്നൊക്കെ, ആരുടെ കല്യാണം? എന്നിട്ട് എന്നോട് എന്തൊരു വാക്ക് പോലും പറയാതിരുന്നത് എന്ന് ചോദിക്കുക. പക്ഷെ ഇവരൊന്നും കേൾക്കുന്നില്ല. എടാ പാട്ട് നിർത്തിയടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ മേടിച്ചിട്ട് പാട്ട് അങ്ങോട്ട് നിർത്തുകയാണ്. അതെ ഇവിടെ കല്യാണമാണല്ലേ? അതെ കല്യാണമാണ്. എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. സുഭാഷ് ഏട്ടൻ്റെ കല്യാണമാണല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം തന്നെയാണ്, അതിനിപ്പോൾ എന്താ കുഴപ്പം? എന്നിട്ട് നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു. എൻ്റെ അമ്മയല്ലേ നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറുന്നുള്ളൂ, ഞാൻ അങ്ങനെയൊന്നും നിങ്ങളോട് പെരുമാറുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ഒരു വാക്കെങ്കിലും പറയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടപ്പെട്ടു. അയ്യടാ പറയാൻ മനസ്സില്ല, ഇപ്പം എന്ത് ചെയ്യും എന്നും പറഞ്ഞ്, എടാ പക്കടാ പാട്ട് എന്നും പറഞ്ഞ് പാട്ട് വെച്ചിട്ട് അവരെല്ലാവരും കൂടെ ആഘോഷിക്കുക. ഇങ്ങനെ ആഘോഷിച്ച് വരുമ്പോൾ സുഭാഷ് വരുന്നു. സുഭാഷ് വന്നിട്ട് സുഭാഷിനോട് നമ്മുടെ സുനന്ദ ചോദിക്കുകയാണ്, അതെ
കല്യാണമായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ഒരു വാക്ക്. എന്താ കേട്ടില്ല? എന്താ കല്യാണമായിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതിരുന്നതെന്ന്? ഷേ എടാ, ആ പാട്ടൊന്ന് നിർത്തി. ഇവള് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ആ പാട്ട് നിർത്തുകയാണ്. എന്താ നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, സുഭാഷ് ഏട്ടൻ്റെ കല്യാണമായിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. എൻ്റെ കല്യാണമെന്നോ? അതെ. ആര് പറഞ്ഞു എൻ്റെ കല്യാണമെന്ന്? ദേ ഇവൻ, ഈ നികേഷ്. ഓ എടി, എൻ്റെ കല്യാണമെന്നല്ല. അതെ, സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞു. അവനിപ്പോൾ പെണ്ണുമായിട്ട് ഇങ്ങോട്ട് ഇപ്പം എത്തും. അതിൻ്റെ ആഘോഷവും ബഹളമൊക്കെയാണ്. ആണോ? അതേന്നേ. അപ്പോൾ വീണ്ടും ഒരു പാട്ട് വെക്കുകയാണ്. എന്താ, നിനക്ക് ഡാൻസ് കളിക്കാൻ ആഗ്രഹമില്ലേ? ഏയ്, എനിക്ക് ആഗ്രഹമൊന്നുമില്ല. സുനന്ദയ്ക്ക് ആ ഒരു വാക്കൊക്കെ ഇട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ പാട്ടും ബഹളവും ദേ കൂത്തും ഒക്കെയായി ദാ വരുന്നു. അപ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ താറാവുന്നിങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഈ ആരതി തട്ട് എടുത്തുകൊണ്ട് വരികയാണ്. ദേ ആർത്തി തട്ടാണ്ടത്. ആർത്തി തട്ടോ? സുഭാഷ് ഏട്ടൻ എന്നെ പറയുന്നത്? ആ എൻ്റെ പൊന്നെ, ആർത്തിയല്ല, അത്യാർത്തി. നീ എന്താ പറയുന്നത്? എൻ്റെ പൊന്ന് സുഭാഷ് ഏട്ടാ, ഇതാണ് ആരതി തട്ട്. അല്ല, ഈ ആരതി തട്ടെന്തിന് രണ്ടെണ്ണം? ഒരെണ്ണം പോരെ? അല്ല, രണ്ടെണ്ണം വേണ്ടേ? അപ്പോൾ രണ്ടെണ്ണമൊന്നും വേണ്ട, ഒരെണ്ണം മതി. അതേ, ഈ ആരതി എടുക്കുന്നത് വീട്ടിലെ പെണ്ണുങ്ങൾ എടുക്കേണ്ടത്. അയ്യോ, വീട്ടിലെ പെണ്ണുങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ. അവർ ഉടനെ തന്നെ വരാറാവുമ്പോഴത്തേക്കും ആരെടുക്കാനാ? എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ആരതി എടുത്തോളാം. അയ്യോ, നിൻ്റെ അമ്മ അങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവൂലേ? അമ്മ കാണേന്നില്ലെന്നേ. കാരണം അമ്മ എന്നെ പറഞ്ഞു വിട്ടതാ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം, അവിടെ എന്താണ് കാര്യം എന്നൊക്കെ അറിയാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാ. അപ്പോൾ അതുകൊണ്ട് അമ്മ അന്വേഷിച്ച് വരില്ലെന്നേ. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെ നമ്മുടെ സുനന്ദ ആരതി എടുക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സുധീഷിൻ്റെ ജീപ്പ് അങ്ങോട്ട് എത്തുകയാണ്. അതേ ഏട്ടാ, സുധീഷ് ഏട്ടനും പെണ്ണെത്തിൻ്റെ പെണ്ണ് ജീപ്പിൽ തന്നെ ഉണ്ട്. അവർ രണ്ടുപേരും എത്തി. അപ്പോൾ നാട്ടുകാരൊക്കെ ഓടിക്കൂടുകയാണ്, പാട്ടും ബഹളമൊക്കെ. ഇത് കണ്ട സുധീഷാണെങ്കിൽ പേടിച്ചു പോകണം. എൻ്റെ ദൈവമേ, എന്താണ് ഈ കാണുന്നത്? ഇവരിത് കിടന്ന് ആഘോഷമാക്കാൻ കുളമാക്കുമോ? അപ്പോൾ നിധിയാണെങ്കിൽ ആകെ പേടിച്ചു പോവുകയാണ്. ഇതെന്തോ ഒരു അവസ്ഥയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇവർ ഇവിടെ മുറ്റത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നിൽക്കുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നിധിയുടെ അച്ഛനാണ്. നിധിയുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആരുടെയും മുന്നിൽ നോക്കാൻ പറ്റുന്നൊരു അവസ്ഥയായില്ല. ദൈവമേ, നാട്ടിലേക്ക് ഇനി എങ്ങനെ ഇറങ്ങും? ആരുടെ മുഖത്ത് വരുന്ന നാണം കെട്ടൊരവസ്ഥയായി പോയല്ലോ. അപ്പോൾ ഈ മറ്റേ രാജീവൻ്റെ ഭാര്യ വന്നിട്ട്, രാജീവേട്ട കഥക് തുറക്ക്, രാജീവേട്ട കഥക് തുറക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒന്ന് തനി ഇരുന്നോട്ടെ. ഇപ്പോഴൊക്കെ മരുമകൾ, ഞാൻ പറഞ്ഞില്ലമ്മേ, അച്ഛൻ തനി ഇരിക്കട്ടെ എന്ന്, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമുക്ക് അവിടെ പോയി ഇരിക്കാം. പക്ഷേ രാജീവനാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിക്കെട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം തന്നെ സുധീഷിൻ്റെ വീട് കാണിക്കേണ്ട. സുധീഷിൻ്റെ വീട്ടിലാണെങ്കിൽ ആഘോഷവും അടിപൊളി ബഹളവും ഒക്കെയാണ്. അപ്പോൾ ഇവരുടെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധി ചോദിക്കണത് എന്താ ഇത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ഒന്നും മനസ്സിലായി. ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു പോലും ഇല്ല എൻ്റെ നിധിയെ. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് മാറി നിന്നണ്ടേ, അവരിങ്ങോട്ട് ഇറങ്ങട്ടെ. അങ്ങനെ അവരവിടെ നിന്ന് അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ സുധീഷിൻ്റെ അമ്മാവനും അമ്മായിയൊക്കെ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, ഒരു പെണ്ണിനെയും കൊണ്ട് വന്നിരിക്കുന്നു. സുന്ദരി പെണ്ണ് തന്നെയൊക്കെയാണ്. പക്ഷേ ഏതോ പണക്കാർ വീട്ടിലെ പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന് അവനെന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പെണ്ണിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നൂറുകണക്കിനോടെ പറയുകയാണ്. സുന്ദരി പെണ്ണാണല്ലോ എന്നൊക്കെ പറയുകയാണ്. സുധീഷിനും പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ ഇഷ്ടം തോന്നിയടാ, പെണ്ണിനെ കൊള്ളാം അല്ലേ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇനി ആരതി എടുക്ക്. അപ്പോൾ നമ്മുടെ സുനന്ദ ആരതി എടുക്കാൻ വേണ്ടി തീപ്പെട്ടി ഇങ്ങനെ ഉരച്ച് ആ കർപ്പൂരത്തിലേക്ക് കത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും സുനന്ദയുടെ അമ്മ ഈ കാഴ്ച കാണുക. അമ്മ ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എടീ, ഇവിടെ അങ്ങനെ പല പെണ്ണുങ്ങളും വരെ ആരും വേണം, അതിൽ ആരതി എടുക്കാൻ നീ ആരടി എന്ന് പറഞ്ഞുകൊണ്ട് ആരത്തട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ദൂരെ കളയണം. ഇങ്ങോട്ട് വാടി, അവൾ ആരതി എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു. കുടുംബത്തിലൊരു പെണ്ണുങ്ങളെയും കയറ്റാൻ കൊള്ളൂല, കുടുംബചരിത്രം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട, ആരതി എടുക്കാൻ പോകും, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദയെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. സുഭാഷിനാണെങ്കിൽ വല്ലാത്ത സങ്കടവും തോന്നി. അങ്ങനെ സുഭാഷ് ഞാനിപ്പോൾ തന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് മറ്റൊരു ആരതി പാത്രം കൂടെ എടുത്തിട്ട് വരികയാണ്. അങ്ങനെ എടാ നികേഷ്, ഇങ്ങോട്ട് വന്നാൽ നീ ഇത് പിടിക്കുക. അയ്യോ, ഞാൻ എടുക്കാനോ? കുഴപ്പമില്ല, നീ പിടിക്കടാ ആരതി. അങ്ങനെ ആരതി അങ്ങോട്ട് കത്തിക്കുകയാണ്. ഇനിയേ ഇതേ അവർ രണ്ടുപേരെ ഇങ്ങനെ വലം വയ്ക്കുക എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരതി തട്ടെടുത്ത് ഇങ്ങനെ ഒഴിയുക. അപ്പോൾ ഇതൊന്നും നമ്മുടെ നിധിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിധിക്ക് കലയും വരിക, എന്താണ് ഇത് നിങ്ങൾ ഈ കാണിച്ചു കൂടുന്നൊക്കെ പറയണം, ഒന്നും മിണ്ടണ്ട. അങ്ങനെ ചേട്ടാ, എന്താ ചേട്ടാ ഇത്? എടാ, ഇതൊക്കെ ഇവിടുത്തെ ആചാരമല്ലേ. അപ്പം അതാ വരുന്നു നമ്മുടെ
അച്ഛൻ വരികയാണ്. അപ്പം അച്ഛൻ വന്നിട്ട് എടാ മക്കളെ ദേ ആഹാ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ, എല്ലാ പടകളും എൻ്റെ വീടിൻ്റെ മുറ്റത്താണല്ലോ. ആഹാ നീയൊക്കെ എന്താടാ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ കല്യാണം നടക്കില്ല എന്നല്ലേ? എടാ ഇപ്പം കണ്ടില്ലേ നല്ല അടിപൊളി ദേ മരുമോളെ എനിക്ക് കിട്ടിയില്ലേടാ, എൻ്റെ ഇളയമോൻ കല്യാണം കഴിച്ചിടാന്ന് പറഞ്ഞു പാട്ട് വെക്കടാ. അങ്ങനെ ആ പാട്ടിനൊത്ത് ഭയങ്കര തുള്ളൽ കൂടി. അപ്പം നിധിയാണെങ്കിൽ അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെ നോക്ക്, ദൈവം ഇതാണോ അച്ഛൻ, അപ്പോൾ ഇവൻ പറഞ്ഞു മുഴുവൻ കള്ളത്തരമാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ നിധിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിക്കിടന്നിങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ എടാ ദേ എടാ എൻ്റെ മരുമകളൊന്ന് കാണട്ടെടാ, മരുമകളെന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സുധീഷ് അവിടെ തടയുക തന്നെ ചെയ്യണം. ഏതായാലും സന്തോഷമായിട്ട് ഈ അച്ഛന് വളരെ വളരെയേറെ സന്തോഷമായി. വീണ്ടും ഡാൻസ് കളിക്കണം. അപ്പോൾ സുഭാഷ് വന്നിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നേച്ച പ്രശ്നം ഉണ്ടാക്കല്ലേ അച്ഛാ, നമ്മുടെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കയറി വന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് ആ പെണ്ണിൻ്റെ മുന്നിൽ വെച്ച് ഒരുപാട് ഷോ കാണിക്കില്ല ചേട്ടാ, എനിക്ക് സന്തോഷം കൊണ്ടല്ലേടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ അച്ഛനെയും വിളിച്ചുകൊണ്ട് പതിയെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നോക്കി നിൽക്കേണ്ട ഭാഗത്തേക്ക് കയറുക എന്ന് പറഞ്ഞപ്പോഴേക്കും ഏട്ടാ അത് വേണം ഏട്ടാ, എടാ നമുക്കുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാടാ. അങ്ങനെ നമ്മുടെ നിധിയുടെ കയ്യിലേക്ക് ബാഗ് കൊടുത്തിട്ട് കയറിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ നിധി കയറാനായിട്ട് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വലതുകാലെടുത്ത് വെച്ച് എന്ന് പറയുമ്പോൾ നീതി കണ്ണും മിടിച്ച് നമ്മുടെ സുധീഷിനെ നോക്കിയാണ്. അപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.